ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്ന് ശംഭൂട്ടിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയ ബർത്ത്ഡേയുടെ വ്ളോഗാണ് കേട്ടോ. മൊത്തത്തിൽ അങ്ങനെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ ഒരു പരിപാടിയായിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കേട്ടോ ഹോളിയൊക്കെ വന്നത്. അപ്പോൾ അത് ഞാൻ വെറുതെ ജസ്റ്റ് ആദ്യം തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ശംഭൂട്ടിൻ്റെ പിറന്നാൾ നമ്മൾ നാട്ടിൽ നിന്നായിരുന്നെങ്കിലും ബർത്ത്ഡേയുടെ ഡേറ്റ് വന്നത് നമ്മൾ തിരിച്ച് കൊച്ചിയിലെത്തിയതിന് ശേഷമായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കുറേ നാളിന് ശേഷം ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരിക്കൽ ചോറ്റാനിക്കര പോയിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് പോയതെങ്കിലും അത്രയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറേ പേടിയായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ഇപ്പം ഓക്കെയാണ്. അതിനുള്ള കാരണം ഞാൻ പറയാമേ. അപ്പോൾ ശംഭൂട്ടിൻ്റെ കണ്ണിങ്ങനെ ചുവന്ന് വരുന്നുണ്ട്. അപ്പോൾ പനിയാണോ അതോ നമ്മൾ പൊടിയടിച്ചതിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. എന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ക്യൂവിൽ പെട്ടിട്ട് നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ നമ്മൾ അടുത്താണെങ്കിലും ആദ്യമായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ റൂട്ടൊക്കെ നോക്കി പോയിട്ടെല്ലാം കുറച്ചങ്ങനെ ലേറ്റായിട്ടാണ് നമ്മൾ പോയതെങ്കിലും നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞ് വീണ്ടും ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കാരെ. അപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നെങ്കിലും വേഗം ഇങ്ങനെ ക്യൂ നീങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതായിരുന്നു സങ്കടം. വേഗം ക്യൂ നീങ്ങി പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നടയിൽ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. കുറച്ച് നേരമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. വേഗം അങ്ങ് ഓടിച്ചു വിടുകയല്ലേ. അപ്പോൾ നമ്മളെന്തായാലും വേഗം തൊഴുതിറങ്ങി അവിടുന്ന് പൂജിച്ച ചരടും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. അതൊക്കെ ഇങ്ങനെ പുറത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോകാൻ നമ്മൾ കാണിക്കയിടുക അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് വേണ്ട പായസവും കാര്യങ്ങളൊക്കെ മേടിച്ചു. കാരണം അത് തീർന്നു പോകും, വേഗം മേടിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ കീഴ്ക്കാവിൽ പോവുകയാണ്. ഇവിടെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്നത്. പണ്ട് ആ ഒരു പ്രതീക്ഷ വെച്ച് ഞാൻ പേടിച്ചാണ് പോകുന്നത്. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിലും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടില്ല. പണ്ടത്തെ ഒരു ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു ആലുണ്ട്. ആ ആലിൽ ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധ കയറിയവരെന്ന് പറയപ്പെടുന്നവരിങ്ങനെ വലിയ ആണികൾ കൊണ്ട് തലയ്ക്കിങ്ങനെ അടിച്ച് തലയിൽ നിന്നെല്ലാം മുറിവേൽപ്പിക്കും. അങ്ങനെ തലയിലെല്ലാം മഞ്ഞളൊക്കെ വാരിയിടും. അങ്ങനത്തെ ഒരു പരിപാടി കണ്ട ദിവസമാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം സേഫാണ്, പേടിക്കാനൊന്നും ഇല്ല. അതിനുശേഷം നമ്മൾ വെടി വഴിപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ചക്കുളത്തുകാവ് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിനനുസരിച്ചുള്ള ആ ഒരു വെടി അവർ എടുത്തിവിടെ വെച്ചിട്ട് അതിനകത്ത് കരിമരുന്ന് നിറച്ചിട്ട് ഇത് അവിടെ ഒരു തൂണിൽ ഒരു കുറ്റി അരമതിൽ പോലത്തെ ഒരു സംഭവത്തിൽ ഒരു വിറക് കഷ്ണം ഇങ്ങനെ ഇരുന്ന് പുകയുന്ന കണ്ടോ, അതെടുത്ത് അതിനകത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് വെടി വരും. ചക്കുളത്തമ്പലത്തിൽ ഇത് കേൾക്കുന്ന ദൂരത്തിലാണെങ്കിൽ ഇത് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒരു നെഞ്ചിടിപ്പുണ്ടാവുമല്ലോ അടുത്ത് നിന്ന് വെടി പൊട്ടിക്കുന്നതിൻ്റെ. അതിനുശേഷം നമ്മൾ പിന്നെ ഫ്രണ്ടിലേക്ക് എത്തി. അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ബാക്കിലേക്കാണ് കീഴ്ക്കാവിൽ. അതിനുശേഷം നമ്മൾ തിരിച്ച് ഫ്രണ്ടിലേക്ക് എത്തിയതിന് ശേഷം പ്രജി ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അവിടെ ചെറിയ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവിടുത്തെ കടകളിലൊക്കെ ഒന്ന് കയറി. എനിക്കിതിഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ പോകുമ്പം ഇങ്ങനെ കുഞ്ഞു കടകളിലൊക്കെ കയറുക എന്നുള്ളതും. അപ്പോൾ ശംഭൂട്ടിനോട് ചോദിച്ചപ്പോൾ അവൻ അവിടെ നിന്നൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ ചോറ്റാനിക്കര അമ്മയുടെ കുഞ്ഞൊരു ഫോട്ടോയും മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിയുകയും ചെയ്തു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേനും അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടുത്തെ എന്താണെന്ന് വെച്ചാൽ കല്യാണം അവിടെ നടക്കുമ്പം അവിടെ അടുത്തുള്ള ഹോട്ടലുകളിലാണ് എല്ലാവരും ഫുഡ് ബുക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊരു പായസം ഉണ്ടായിരുന്നു. കുട്ടീനെ കണ്ടിട്ട് അവിടുത്തെ ആളെടുത്തൊരു പായസം അവൻ്റെ കയ്യിൽ കൊടുത്തു. കല്യാണത്തിന് വന്നതൊന്നും അല്ല എന്നറിയാം എന്നാൽ പോലും കേട്ടോ. പക്ഷേ നമ്മുടെ ശംഭൂട്ടനല്ലേ പായസം കുടിക്കുകയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് നമ്മളത് കുടിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഊണ് പറഞ്ഞു. അവന് ദോശ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് ദോശയ്ക്കകത്തൂടെ ഇങ്ങനെ നോക്കണം എന്ന് പോലും, ടെലിസ്കോപ്പ് നോക്കുന്ന പോലെ. എന്നിട്ട് അതൊക്കെ നോക്കി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ചൂട് കാരണം എൻ്റെ നാവും ചുണ്ടും ഒക്കെ പൊട്ടിയിരിക്കുന്ന കാരണം എനിക്ക് എരിവുള്ള ഭക്ഷണം കഴിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഈ വിശന്ന് ചത്തുപോകുമെന്ന് പറത്തില്ലേ, അങ്ങനെ വിശപ്പ് കെട്ടൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. നല്ല വെണ്ടയ്ക്കയിട്ട പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്കയുടെ തന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു. ഒരു തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണെങ്കിലും നമുക്ക് 2 ഓപ്ഷനായിരുന്നു. കുത്തരിയും പൊന്നിയരിയും മേടിക്കാമായിരുന്നു. കുത്തരിയാണ് പറഞ്ഞത്. പിന്നെ ശംഭൂട്ടന് പപ്പടവും കൊടുത്തു കേട്ടോ. ദോശയുടെ കൂടെ ആണെങ്കിലും വറുത്തമുളകും ഉപ്പും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ചൗവരി പായസമാണ് കേട്ടോ. ഒന്നുമില്ല, ചൗവരി ഏലക്ക ഇട്ടിങ്ങനെ വേവിച്ചെടുത്തിരിക്കുന്നു. പാലൊന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ച് ഒഴിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം അവിടുന്ന് നേരെ എനിക്കും പ്രജിക്കും ഓരോ
ചോക്കോബാർ മേടിച്ചിട്ടല്ല മാംഗോ ബാർ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ശമ്പൂട്ടിന് എപ്പോഴും ഇതുപോലത്തെ 10 രൂപയുടെ വാനിലയുടെ കുഞ്ഞ് ഐസ്ക്രീമില്ലേ, അതാണ് അവന് ഇഷ്ടം. അല്ലെങ്കിൽ പണ്ടത്തെ ബോൾ ഐസ്ക്രീം, അതൊക്കെയാണ് ആൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയുള്ളൂ. വാനില മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ മേടിച്ച് കഴിച്ച് സമാധാനമായിട്ട് അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് രശ്മി ചേച്ചി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ച്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പരിപാടി ഒന്നും വെക്കുന്നില്ല എന്ന് കരുതി ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയില്ല. ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്നാൽ മതിയല്ലോ, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ഈ വർഷം എന്തായാലും ശമ്പൂട്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിരുന്നത്. കാരണം വേറൊന്നും അല്ല, വല്യമ്മച്ചി മരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒന്നും ഒരു ആഘോഷങ്ങളും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. ഏപ്രിൽ ആകുമ്പോഴാണ് ഒരു വർഷം ആവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ. അപ്പം രഞ്ജേട്ടനും രശ്മി ചേച്ചി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ ഒരു കേക്ക് മേടിച്ചിട്ട് അങ്ങ് പോവാം, വൈകുന്നേരം അവർ വരുമ്പം കട്ട് ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം വായോ ഡിന്നർ വീട്ടിൽ നിന്ന് ആക്കാമെന്ന് പറഞ്ഞു. അപ്പം കേക്കൊക്കെ മേടിച്ചു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ശമ്പൂട്ടിൻ്റെ ബർത്ത്ഡേയിൽ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മാത്രമാണ് പുറത്തുനിന്ന് കേക്ക് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ദാ ഈ ഒരു ബർത്ത്ഡേക്കാണ് മേടിക്കുന്നത്. അല്ലാണ്ട് 7ാമത്തെ ബർത്ത്ഡേക്ക് അല്ലാതെ ബാക്കി എല്ലാ വർഷവും ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനർ നമ്മുടെ കയ്യിൽ ഇരുന്നതാണ്. അതായത് നമ്മൾ ആൻഡമാനിലായിരുന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാം നമ്മൾ മേടിച്ച് വെക്കുമല്ലോ അത്യാവശ്യം, അത് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരാൾ മേടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കുട്ടി അത് നശിപ്പിച്ച് കളഞ്ഞതിന് പകരം തന്നതാണ്. അതുകൊണ്ടാണ് ഈ പിങ്ക് കളറായി പോയത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ. അപ്പം പിങ്ക് ഫോർ ഗേൾസ് എന്നൊരു തീമൊന്നും എനിക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അവർ വരാൻ വേണ്ടി കാത്തിരുന്നു ശമ്പൂട്ടൻ. അപ്പം അവന് വേണ്ടി ഡ്രസ്സൊക്കെ ബർത്ത്ഡേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വരാൻ ലേറ്റ് ആവും തോറും ശമ്പൂട്ടന് ബോറടിച്ച് ഫോണൊക്കെ കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ലൂഡോയും ചെസ്സും അതേപോലെ തന്നെ സ്നേക്ക് ലാഡറും ഒക്കെ കളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെത്തി പാടെ പെട്ടെന്ന് ഗിഫ്റ്റ് തുറക്കാനായിരുന്നു ശമ്പൂട്ടിന് തിരക്ക് കേട്ടോ. അല്ലാതെ കേക്ക് മുറിക്കണം അവരെ ഇതാക്കണമെന്നൊന്നും ഇല്ല. അവൻ എന്താണ് ഗിഫ്റ്റ് കിട്ടുക, കാരണം നമ്മൾ ഈ പ്രാവശ്യം ആരെയും വിളിക്കുന്നില്ല, ഗിഫ്റ്റൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നല്ലോ. നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തു. അതേപോലെ നമ്മുടെ കീർത്തി സഞ്ജുവേട്ടനും നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഇവന് ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് താഴത്ത് നമ്മുടെ ഓണർ ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിതാ ഒരു റിമോട്ട് കൺട്രോൾ കാറൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. ആൾ ഭയങ്കര സന്തോഷമായി. അതിന് ശേഷം എന്നാൽ പിന്നെ കേക്ക് മുറിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് 3-3:30 ഒക്കെ ആയായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഡിന്നറൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇതാ ബർത്ത്ഡേയുടെ കേക്കൊക്കെ ആക്കിയപ്പോഴത്തേനും ആദ്യക്കുട്ടൻ അവിടെ നിന്ന് ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഇട്ട് തരുന്നുണ്ട്, അടിപൊളിയാക്കണം എന്നും പറഞ്ഞിട്ട്. ഈ ഒരു ബർത്ത്ഡേ ക്യാപ്പും നമ്മുടെ കയ്യിൽ പഴയതിരുന്നതാണ് കേട്ടോ. പണ്ടത്തെ ഒരു ശമ്പൂട്ടൻ്റെ ഒരു 3 വയസ്സോ 4 വയസ്സിലോ എങ്ങാണ്ടുള്ള ഒരു ആനിമൽ തീമിലുള്ളൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബർത്ത്ഡേയുടെ ക്യാപ്പാണ്. അല്ലാതെ നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടില്ല. അങ്ങനെ അവൻ ബർത്ത്ഡേ വിഷസൊക്കെ ഒരു സ്വന്തമായിട്ട് നമ്മുടെ ഒരു ബർത്ത്ഡേ വിഷ് നമ്മൾ ഓർക്കണമല്ലോ, എന്താണൊരു ഇത് വേണ്ടത്. അവനങ്ങനെ ഓർത്തിട്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തു. ഞാൻ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ശമ്പൂട്ടൻ എന്താ പറഞ്ഞേ? അപ്പം സൈഡിൽ നിന്ന് മുറിച്ച് അതുപോലെ കേക്കിൻ്റെ ഡെക്കറേഷനും എഴുതിയ സാധനങ്ങളും ഒക്കെ പോകും. അതുകൊണ്ട് ഡെക്കറേഷനൊന്നും ഇല്ലാത്തൊരു ഭാഗം നോക്കി കുട്ടി മുറിച്ചതാണ് കേട്ടോ. അതൊരു 5 മിനിറ്റത്തേക്കല്ലേ, അത് കഴിഞ്ഞ് നമ്മളെല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കൂലേ. അപ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന പോലെ കേക്കൊക്കെ മുറിച്ച് നമുക്ക് തന്നു. നമ്മൾ വേറെ ആരും ഇല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് നമ്മൾ താഴത്തുനിന്ന് ഓണറാനിനെ പോലും വിളിച്ചിട്ടില്ല, കാരണം പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അതായത് നമുക്കറിയാമെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്നില്ല. പിന്നെ അവനിവിടെ ഏട്ടനും ചേച്ചിയായിട്ട് 2 പേരുണ്ടല്ലോ. അപ്പോൾ അവർ 2 പേരും ഉള്ളതുകൊണ്ട് അവന് ഒരു വിഷമമൊന്നുമില്ല. അങ്ങനെ ആദ്യക്കുട്ടനും അമ്മൂട്ടി ഉണ്ടായിരുന്നു. അവർ 2 പേരും വന്നിട്ട് കേക്കൊക്കെ ഷെയർ ചെയ്തു. അതിനുശേഷം രശ്മി ചേച്ചിയും രഞ്ജേട്ടനും വന്നു. അവരും അതേപോലെ നമ്മൾ 2 ഫാമിലി മാത്രമേ നമ്മളും അവരും അടങ്ങുന്ന ഒരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു കേട്ടോ. പാർട്ടി എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ബർത്ത്ഡേ അത്രേ ഉള്ളൂ. അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തു. ഭയങ്കര സന്തോഷമായി. പക്ഷേ നല്ല ചൂടുള്ള സമയമായിട്ട് ഈ ഹുഡിയൊക്കെ ഇട്ട് എന്തിനായിരിക്കണമെന്ന് ചോദിച്ചത് കേട്ടോ നമ്മൾ. കാരണം അവൻ നാട്ടിൽ നിന്ന് ഹുഡി എടുത്തിട്ട് പുതിയത് മേടിച്ചിട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്നത് കൊണ്ടായിരിക്കണം ഏത് ഡ്രസ്സ് ഇട്ടാലും ആൾക്ക് ഇൻസൈഡ് ചെയ്തിടാനാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഒരു എസ്തെറ്റിക് സെൻസൊന്നും നോക്കില്ല, ജസ്റ്റ് അവന് ഇൻസൈഡ് ചെയ്തിടണം. ഏത് ഡ്രസ്സ് ഇട്ടാലും, ടീഷർട്ട് ഇട്ടാലും, ഷർട്ട് ഇട്ടാലും, ഹുഡി ഇട്ടാലും, എന്തിനധികം പറഞ്ഞു റെയിൻകോട്ട് വരെ അവൻ ഇൻസൈഡ് ചെയ്തിട്ടാണ് ഇടാറ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പാൻറ്റ് ഇല്ലാത്ത റെയിൻകോട്ടാണ് മേടിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വേഗം ചൂട് കാരണം നമ്മളതൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചെങ്ങന്നൂർ അമ്മ മേടിച്ച് കൊടുത്ത ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് നമ്മൾ നേരെ പോകുന്നത് ഹബീബിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഓൾഡ് ബ്രിഡ്ജ് ആയിരുന്നു എനിക്കിഷ്ടം, പക്ഷേ അത് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ, വൈകുന്നേരം ഉണ്ടാവില്ല.
അങ്ങനെ ഹബീബിൽ കയറി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ വെയിറ്റിംഗ് ആണ്, ഒറ്റ സീറ്റ് പോലും കാലിയില്ല. നമ്മളാണെങ്കിൽ 7 പേരുണ്ട്. അപ്പം 7 പേർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആകുമ്പം അവർ നമ്മൾക്ക് വിളിക്കും, നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ സംസാരിക്കുകയായിരുന്നു. അവരെഞ്ചേട്ടൻ പുതിയൊരു ഫോൺ എടുത്ത് അതിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിങ്ങനെ നിന്നു. അതിനുശേഷം അകത്ത് കയറി അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവരവർ പറഞ്ഞു കേട്ടോ. ശമ്പൂട്ടൻ എങ്ങനെ പോയാലും നമ്മുടെ കുബൂസിലേ പിടിക്കുകയുള്ളൂ. ബ്രജി എല്ലാവർക്കും വേണ്ടി ഷവായ പറഞ്ഞു. പിന്നെ ആദിക്കുട്ടനും അമ്മൂട്ടിക്കും മന്തിയാണ് ഇഷ്ടം, അതുകൊണ്ട് അവർക്ക് അത് പറഞ്ഞു. ശമ്പൂട്ടന് കുബൂസാണ് ഇഷ്ടം. അപ്പോൾ കുബൂസും പൊറോട്ടയും ഒക്കെ അൽഫാമിൻ്റെ കൂടെ ഷവായയുടെ കൂടെയും അൽഫാമിൻ്റെ കൂടെയൊക്കെ വരും. അങ്ങനെ മസാല ഷവായ എല്ലാവർക്കും ഷെയർ ചെയ്തു. പിന്നെ രഞ്ജേട്ടനും ചേച്ചിയും ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അപ്പോൾ അതും എല്ലാം കൂടെ നമ്മളങ്ങനെ ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചു. ഡെസേർട്ടൊന്നും ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മുടെ ലൈം ടീയും അതേപോലെ മിൻറ്റ് ലൈമും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ കുഞ്ഞി ബർത്ത്ഡേ പാർട്ടി എൻജോയ് ചെയ്തു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ശമ്പൂട്ടൻ്റെ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ. പിന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു വീഡിയോ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി യൂട്യൂബിലിടുന്നൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂടെ നിൽക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.